അതിദരിദ്രമുക്തമായ കേരള സംസ്ഥാനത്ത് അതിദാരിദ്ര്യം കൊണ്ടല്ല, ആർത്തി മൂത്തൊരു മാഫിയ സംഘം ശബരിമലയിൽ നടത്തിയ സമാനതകളില്ലാത്തൊരു ക്ഷേത്ര കവർച്ചയുടെ ദുരൂഹ വഴികളിൽ ഇനിയും നമുക്ക് അവ്യക്തമാണ്. ആ പോറ്റിയും മുരാരിയും ഒക്കെ കള്ളക്കളത്തിലെ കേവലം കളിക്കാർ മാത്രമാണെന്നും ആ കളിയുടെ സൂത്രധാരന്മാർ ഉന്നതന്മാർ ഇപ്പോഴും സേഫായി ഇരിക്കുന്നുണ്ടെന്ന് സാമാന്യജനം സംശയിക്കുമ്പോഴും ആ വഴിയെ SIT നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പുറത്തുവരുന്ന വിവരങ്ങൾ ആ വഴിയുള്ള യാത്രയെപ്പറ്റി കാര്യമായൊന്നും കേൾക്കാനുമില്ല. ഈ വരുന്ന 5-ാം തീയതി കോടതിയിൽ 2ാം തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേ പോറ്റി പറഞ്ഞത് മാത്രം മുഖവിലക്കെടുത്തുള്ള അന്വേഷണമാണോ, അതല്ലാത്തൊരു വഴിയിലൂടെ അന്വേഷണം പോയിട്ടുണ്ടോ എന്നും അറിയാനാവുക. പുറത്തുവരുന്ന മൊഴി വിവരങ്ങളിൽ ചില വമ്പൻ വെളിപ്പെടുത്തലുണ്ട്. ഗോവർദ്ധൻ എന്ന ജ്വല്ലറി ഉടമ പറയുന്നത് പോറ്റി കട്ടുകൊണ്ടുവന്ന വിറ്റ സ്വർണത്തിന് രൂപ 15 ലക്ഷം കൊടുത്തുവെന്നാണ്. അതിനുമപ്പുറം പലതവണയായി ശബരിമലയുടെ പേരിൽ 70 ലക്ഷം രൂപയിലധികം പോറ്റി കൈപ്പറ്റിയ തട്ടിപ്പാണ്. എത്ര കാലമായി ആരുടെയൊക്കെ പിന്തുണയാണ് ഈ മുടിഞ്ഞ കൊള്ള? എത്ര ഗോവർദ്ധനന്മാരുണ്ട്? എത്ര പേരിൽ നിന്നായി എത്ര കോടികൾ ഈ കള്ളൻ പോറ്റി കവർന്നു? ആ കൊള്ള മുതൽ എത്ര പേർക്ക് ഈ പോറ്റി പങ്കുവച്ചു? ആ ദിവസത്തെ ചോദ്യം തന്നെ തെളിമയോടെ നിൽപ്പാണ്. കേവലം ഒരു പോറ്റിയും ആ പോറ്റിയുടെ കള്ളത്തരത്തിന് കൂട്ടായ ഒരു മുരാരിയും ഒരു സുധീഷും ചേർന്നാൽ ഇത്ര വലിയ സംഘടിത കൊള്ള സാധ്യമാണോ? ആ കള്ളപ്പണിക്ക് കൊള്ളയ്ക്ക് കഞ്ഞിവെച്ചോ എന്ന് കോടതി സംശയിക്കുന്ന ഈ ദേവസ്വം ബോർഡും അതിന്റെ അധ്യക്ഷൻ പ്രശാന്തും അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നതിൽ ആർക്കുമില്ലേ പരാതി? അയ്യപ്പന്റെ മുതല് മോട്ടിച്ച നാണംകെട്ട പണിയുടെ സൂത്രധാരന്മാർ കേരളത്തിന് എന്നെങ്കിലും വെളിപ്പെടുമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശ്രീ ജി രാമൻ നായർ, അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഡോക്ടർ ബി ജയരാജ്, ശ്രീ കെ മാനഡി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ജി രാമൻ നായരിലേക്ക് പോകുന്നു. ശ്രീ ജി രാമൻ നായർ, ഇവിടെ വ്യക്തിപരമായി എനിക്ക് സംശയങ്ങളുണ്ട്. പൊട്ടി വീണ പോലൊരു ഗോവർദ്ധൻ, പെട്ടിക്കട പോലൊരു റൊദ്ദം ജ്വല്ലറി, അയാൾക്ക് വിറ്റുവെന്ന് പോറ്റി പറയുന്നു. കൃത്യം അവിടെ പോയി നോക്കുമ്പോൾ മാസം ഒന്നായി അടഞ്ഞു കിടക്കുന്ന റൊദ്ദം ജ്വല്ലറിയിൽ 2019 15 ലക്ഷത്തിന് വാങ്ങിവെച്ച സ്വർണം കണ്ടെടുക്കുന്നു. ഒരു കവർച്ചാ കേസാണെങ്കിൽ കവർച്ചാ മുതൽ കണ്ടെത്തിയ കേസ് ക്ലോസ്ഡ് ആണ്. അതിനപ്പുറമുണ്ടോ എന്ന് അടുത്ത റിപ്പോർട്ടിൽ SIT പറയേണ്ടതുമാണ്. അത് വരട്ടെ. വരുന്ന മൊഴികൾ മാർക്കറ്റ് വിലയ്ക്ക് സ്വർണ്ണവിലയ്ക്ക് മോഷണം മുതൽ ഈ ഗോവർദ്ധൻ വാങ്ങി. അതുമാത്രമല്ല 70 ലക്ഷത്തോളം രൂപ പോറ്റിക്കൊടുക്കുന്നു. മൊത്തത്തിൽ എന്തോ ഒരു ചേരുംപടി ചേരാകെ ഇപ്പോഴും ഉണ്ടോ ശ്രീ ജി രാമൻ നായർ? ഹാഷ്മി, തുടക്കം മുതൽ തന്നെ ചേരുംപടി ചേരായ്മ ധാരാളം നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ഇതിൻ്റെ തുടക്കം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ചെറിയൊരു ഓഫീസറിൽ നിന്നും ആരംഭിച്ചതാണ്. പക്ഷെ അതൊരു നിസ്സാരമായിട്ടുള്ള പിഴവല്ലത്. സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെമ്പായി തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ആദ്യത്തെ തുടക്കമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഘട്ടം ഘട്ടമായി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം പല ഉദ്യോഗസ്ഥന്മാരെയും ഇതിനകത്ത് ബലിയാടാക്കി രക്ഷപ്പെടാൻ ഉന്നതന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. ഹൈക്കോടതി വളരെ കാര്യക്ഷമമായി നേരിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന അല്പം ആശ്വാസം. സമാനമായ പല സംഭവങ്ങളും ഇതിനു മുമ്പ് നടന്നതൊക്കെ ക്രൈംബ്രാഞ്ചൊക്കെ കേസെടുത്തിട്ട് അവസാനം ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കൂറുമാറി മൊഴി മാറ്റി പറഞ്ഞ് പലരും രക്ഷപ്പെട്ട സംഭവങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കണ്ടുവരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഇവിടെ ഒഴിവാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ചുരുളഴിഞ്ഞു വരുന്ന ഈ സംഭവ പരമ്പരകൾ അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം വളരെ ഉത്തരവാദിത്വമില്ലാത്ത നടപടിക്രമങ്ങളാണ് തുടക്കം മുതൽ തന്നെ അവിടെ നടന്നത്. ഒരു സാധാരണ താഴെത്തട്ട ഉദ്യോഗസ്ഥൻ സ്വർണം പോലെയുള്ള വളരെ വിലപ്പെട്ട ഒരു അമൂല്യ വസ്തു, അത് ശബരിമല പോലെ ഒരു പരിപാവനമായ ക്ഷേത്രത്തിലെ വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസം ആർജിച്ച വസ്തുക്കൾ, അതൊക്കെ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ് അവിടെ നടന്നത്. മാനുവലിന് വിരുദ്ധമായി നടത്തിയ ആദ്യത്തെ നടപടിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന എങ്ങനെ ആരംഭിക്കാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ തുടക്കമാണ് സൂചിപ്പിക്കുന്നത്. അല്ല, അതിൽ കുറെ മുന്നോട്ട് വന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ അവ്യക്തത ഇല്ലാത്തതാണ് ജി രാമൻ നായർ. ഇത് കാട്ടുകൊള്ളയാണെന്ന് വ്യക്തമാവുന്നുണ്ട്. ഇനി അറിയാനുള്ളത് മുരാരിയും ഈ പറഞ്ഞ പോറ്റിയും ഇന്നലെ അറസ്റ്റിലായ ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇതിന്റെ പങ്ക്. അതിന് മുകളിലേക്ക് ഏതളവിൽ പോകുന്നു എന്നുള്ളതാണ്. ശ്രീ ജി രാമൻ നായർ, ഇതൊരു കേസാണ്. ഇതൊരു കേസ്. കോടതിക്ക് സംശയമുണ്ട് ഒറ്റ കേസിലാണ് അന്വേഷണം. ഒരു തങ്കപ്പാളി. അങ്ങനെ എത്ര തങ്കപ്പാളികളുണ്ടെന്ന്, എത്ര ഗോവർദ്ധന്മാരുണ്ടെന്ന്, എത്ര കോടികൾ ഈ പോറ്റിക്ക് സമാനരായ മറ്റു പല ആൾക്കാരും അടിച്ചു മാറ്റിയെന്നൊക്കെ ആർക്കാണ് അറിയുക ശ്രീ ജി രാമൻ നായർ? ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന കേസുകൾ, ആ കേസുകളിലേക്കാണ് പ്രധാനമായും പോകാൻ കഴിയുന്നത്. ദേവസ്വത്തിൻ്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല ഭാഗത്തായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ അവ്യക്തമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, 1998 വിജയമല്യ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ രേഖകളും കാര്യങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടി എത്രമാത്രം
SIT ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് ദേവസ്വം റെക്കോർഡുകൾ നമുക്കത് ലഭിച്ചത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും കസ്റ്റഡിയിലിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ തന്നെയാണ്, അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്. ഈ ഉദ്യോഗസ്ഥ ശക്തികൾ വളരെ ഫലപ്രദമായി അവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നടത്തുന്ന ഗൂഢാലോചനകൾ അത് വെളിച്ചത്ത് വരുത്താൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും തെളിവുകളുടെ അഭാവം നമുക്ക് വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഇതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ മറച്ചു വയ്ക്കപ്പെട്ട പല കാര്യങ്ങളും അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി SIT പോലെയുള്ള ഒരു ശക്തമായ ഏജൻസി അന്വേഷണത്തിന് വന്നതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ള അതിനേക്കാൾ കൂടുതൽ ശക്തമായ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണ്. കാരണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന ഈ അന്വേഷണം അതിനേക്കാൾ ഉപരിയായി അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് നിശ്ചയമായും ഒരു CBI പോലെയുള്ള ശക്തമായ ഒരു ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം തെളിവുകളുടെ അഭാവത്തിലും അതുപോലെ തന്നെ കൂറുമാറുന്ന സാക്ഷികളുടെ സാഹചര്യങ്ങളും എല്ലാം ഇവിടെയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഉദ്ദേശിച്ച നിലയിലുള്ള ഒരു ശിക്ഷയിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കോ മുന്നോട്ട് പോകാൻ അസാധ്യമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. വാർത്തകളിൽ പോലും ഇപ്പോൾ ശബരിമല അപ്രധാന സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള അപ്രധാന സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ആളുകൾ മറവിയുടെ ഒരു മറാലെ സൃഷ്ടിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം, ശക്തമായ അന്വേഷണം ഉണ്ടാവണം. ഈ അന്വേഷണം ഒരു പോറ്റിയിലോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിലോ ഒരു സുധീഷിലോ അവസാനിക്കുന്നതല്ല. ആളുകളുടെ സഹായം നമ്മൾ ഇനി വേറെ ഏത് വാർത്തയുടെ കുത്തൊഴുക്കുണ്ടായി അല്ലെങ്കിൽ വാർത്തയുടെ കുത്തൊഴുക്കുണ്ടാക്കാൻ നോക്കിയാലും ശബരിമല പോലെ കേരളത്തിന്റെ അഭിമാനമായ ഒരു ക്ഷേത്രത്തിൽ സമാനതകളില്ലാതെ എല്ലാവരും ഞെട്ടിച്ചുണ്ടായ കാട്ടുകൊള്ള എങ്ങനെയാണ് മറയുടെ മാറയിലേക്ക് പോകുക? അങ്ങനെയൊന്നും അത് പോവില്ല. സ്റ്റബിൻ വർക്കി, ഇത് കോടതി മേൽനോട്ടത്തിലെ അന്വേഷണമാണ്, കോടതിയുടെ കൃത്യം സൂക്ഷ്മ മോണിറ്ററിംഗ് ആണ് എന്ന് പറയുമ്പോഴും നമുക്കറിയാവുന്ന ഇപ്പോഴും പോറ്റിയും പോറ്റിയുടെ ഉദ്യോഗസ്ഥ ഉപഗ്രഹങ്ങളും മുരാരിയും സുധീഷ് കുമാറും ഒക്കെയാണ്. പോറ്റിയിൽ ഒടുങ്ങുന്ന അന്വേഷണം എന്ന് സംശയിക്കാനായോ സ്റ്റബിൻ വർക്കി? ഇതിനകത്ത് പ്രധാനമായി പിടികൂടേണ്ടത് പോറ്റിയവരെയാണ്. കാരണം പോറ്റി മാത്രമല്ലല്ലോ, പോറ്റി ഒരു ടൂളാണ്. ഈ പോറ്റി ആ ശബരിമലയും ദേവസ്വം ബോർഡിനെയും വിറ്റ് തൊലച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെയാണ് ഇതിനകത്ത് പ്രധാനമായും പിടികൂടേണ്ടത്. അവരിലേക്ക് അന്വേഷണം എത്തിവരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് കേവലം ഒരു തെഫ്റ്റ് കേസ് അല്ല ഹാഷ്മിയ. കാരണം ഇത് ഒരു കേവലം കുറച്ച് സ്വർണം മോഷ്ടിച്ച ഒരു കേസായി ഇതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം ദ്വാരപാലക ശില്പം തന്നെ എടുത്തുകൊണ്ടുപോയി അതിലെ സ്വർണ്ണപ്പാളികൾ മൊത്തമായി അതിൻ്റെ വിശ്വാസപരമായ മൂല്യത്തിന് മറച്ചു വിറ്റു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ സ്വർണത്തിൻ്റെ മൂല്യമല്ല പ്രശ്നം. ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്കൽ എറർ, ഇപ്പോൾ നിയമപരമായിട്ടുള്ള എറർ മറ്റു പലതുമുണ്ട്, ലോജിക്കലായിട്ടുള്ള ഏറ്റവും വലിയ എറർ എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ ശബരിമലയിലുള്ളത് 998 ശ്രീ വിജയ് മല്യ സ്വർണം പാളികളാക്കി 30 കിലോ സ്വർണം കൊണ്ട് മുഴുവൻ പാളികളാക്കി സ്വർണം വെച്ച് പൊതിഞ്ഞതാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ 2019 ഇത് മെയിൻ്റനൻസിന് കൊടുത്തുവിടാൻ നേരത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കത്തെഴുതി. ആ കത്തിൽ പറയുന്നത് സ്വർണം പാളികൾ എന്നുള്ളത് തന്നെയാണ്, എന്ന് പറഞ്ഞാൽ ഗോൾഡ് ക്ലാഡിങ്, സ്വർണം പൊതിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ ആ കത്ത് ദേവസ്വം കമ്മീഷണറുടെ അടുക്കലെത്തി. ദേവസ്വം കമ്മീഷണർ ഈ കത്തിന് മറുപടി പറയുമ്പോഴാണ് ആദ്യമായി ചെമ്പ് പാളികൾ എന്ന് ഒരു ഔദ്യോഗിക രേഖയിൽ എഴുതി വയ്ക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത്. ആരായിരുന്നു അന്നത്തെ ദേവസ്വം കമ്മീഷണർ? അന്നത്തെ ദേവസ്വം കമ്മീഷണർ ശ്രീ N. വാസു ആയിരുന്നു. ശ്രീ N. വാസുവിൻ്റെ അടുത്തിട്ട് ഈ അന്വേഷണം ചെന്നതായി ഞാൻ കാണുന്നില്ല. ആരാണ് N. വാസു? N. വാസു എന്ന് പറഞ്ഞാൽ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ വ്യക്തിയാണ്. അവിടെ നിന്ന് ശ്രീ N. വാസു ഇത് കോപ്പർ പ്ലേറ്റ് ആണ് എന്ന് ഫോർവേഡ് ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന കത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പിന്നീട് റിപ്ലൈ ചെയ്യുമ്പോൾ ശ്രീ A. പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിൻ്റെ സമിതി ഫോർവേഡ് ചെയ്യുന്ന കത്തിലും പറയുന്നത് ഇത് കോപ്പർ പ്ലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത് കോപ്പർ പ്ലേറ്റ് എന്ന നിയമവിധേയമാക്കി കൊടുക്കാൻ ചെയ്ത ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് ഇവരാണ്. എന്തുകൊണ്ടാണ് ഇവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്താത്തത്? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതൊരു പോറ്റി കൊണ്ടുപോയോ പോറ്റി അതിലെ കുറച്ച് സ്വർണം മാറ്റിയോ എന്നുള്ളതൊന്നും അല്ല. ഇതിനകത്ത് കോൺട്രാഡിക്ടറിയായ ഒട്ടേറെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ആദ്യം പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വർണം പൂശിയതോ അല്ലെങ്കിൽ
സ്വർണത്തിൻ്റെ അംശമുള്ളതായ ഒരു വസ്തുവും ഞങ്ങൾ പ്ലേറ്റ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അത് കളവാണ് എന്ന് പൊളിഞ്ഞു. ഈ ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ ആദ്യം പറഞ്ഞത് എന്താണ്? ശ്രീ എ പത്മകുമാറും അതുപോലെ തന്നെ എൻ വാസു അടക്കമുള്ളവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ചെമ്പ് മാത്രമാണ് കൊടുത്തുവിട്ടത്, ചെമ്പ് പാളി മാത്രമാണ് അത് എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് പൊളിഞ്ഞതായി അല്ല പിന്നെ ആ വാദങ്ങളിലൊക്കെ ചെമ്പ് തെളിഞ്ഞു, കോടതി ചെമ്പ് തെളിച്ചു. അപ്പം എനിക്ക് അതിനിടയ്ക്ക് സംശയം, ഈ സാധാരണഗതിയിൽ ഒരു കമ്പനിക്കോ ഒരു വ്യക്തിക്കോ കേസ് ഉണ്ടാകുമ്പോഴാണ് അഭിഭാഷകൻ ഉണ്ടാവുക അല്ലേ? ഇത് കേസ് വരുന്നതിന് മുമ്പ് തന്നെ വാർത്തയിൽ സ്മാർട്ട് ക്രിയേഷൻ വന്നപ്പോൾ തന്നെ അഭിഭാഷകൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം എനിക്ക് കൊച്ചിയിൽ ഒരു ചെമ്പ് പൂശുന്ന സ്ഥാപനമുണ്ട്, ചെറിയ സ്ഥാപനമാണ്. ഞാൻ രാജ്യം മുഴുവൻ എല്ലാ സംസ്ഥാന അഭിഭാഷകരും ഒക്കെ ഇല്ല. ആദ്യ അഭിഭാഷകർ ഒന്ന് പറയുന്നു ഇത് ഞങ്ങൾ തനിത്തങ്കത്തിൽ മാത്രം സ്വർണം പൂശി, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ അവ്യക്തമാണ്. ഈ പോറ്റി പോയി ഇയാളെ കണ്ടു, ആരെ പോയി കണ്ടു? ഈ പങ്കജ് ഭണ്ഡാരിയെ പോയി കണ്ടു സ്മാർട്ട് ക്രിയേഷൻ്റെ. അത് കഴിഞ്ഞ് ദേവസ്വം മൊഴി കൊടുക്കും, ഭണ്ഡാരി പറയാണ് പോറ്റി പറഞ്ഞു ഞങ്ങളങ്ങ് ഉരുക്കി, മൊത്തം കള്ളമാണ്. അല്ല, അതാണ് ശ്രീ ആഷ്മി, എപ്പോഴാണ് അഭിഭാഷകരുടെ ആവശ്യം എന്നത്? ഒരു ലീഗൽ അഡ്വൈസറുടെ ആവശ്യം ഒരു കമ്പനിക്കില്ല എന്നൊരു അഭിഭാഷകം കൂടിയായി ഞാൻ പറയില്ല. പക്ഷേ ഒരു അഭിഭാഷകന്റെ ആവശ്യം ഇതുപോലൊരു കമ്പനിക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവർക്ക് വളരെ കൃത്യമായി എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നുള്ളത് വളരെ കൃത്യമല്ലേ? അതിൻ്റെ കാരണം ഇവർക്ക് തന്നെ 2 കമ്പനി ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ഹൈദരാബാദിലെ കമ്പനി ഏതാണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ കട്ടിളയും അതുപോലെ തന്നെ വാതിൽപ്പടികളും ഈ ഹൈദരാബാദിലെ കമ്പനിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. 39 ദിവസം കഴിഞ്ഞാണ് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈ ഓഫീസിലേക്ക് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത്. അതിനു മുമ്പ് അത് ഹൈദരാബാദിൽ പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. 39 ദിവസം എവിടെയായിരുന്നു എന്നുള്ളതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഇതിനകത്ത് സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മേധാവി ആദ്യം പറയുന്നത്, ഞാനും നിങ്ങളും ഒക്കെ കേട്ടത്, സ്വർണത്തിൻ്റെ ഒരു തരിയെങ്കിലും ആ വസ്തുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് എടുക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അത് കള്ളമാണ് എന്നുള്ളത് കേരള സമക്ഷം തെളിഞ്ഞതാണ്. ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ആകെ ഒരു പോറ്റിയിലും ഒരു മുരാരി ബാബുവിലും കുറെ ഉദ്യോഗസ്ഥരിലും മാത്രമായി ഈ കേസ് ഒതുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവരാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ ഹാഷ്മി. കാരണം എന്താ? ഇതുപോലൊരു സുപ്രധാനമായ കേസ് കിടക്കുമ്പോൾ പത്മകുമാർ പുറത്താണ്, വാസു പുറത്താണ്, ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് മുഴുവൻ പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യവും ഇവിടെ ഒരുക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇതിന്റെ പിൻ പോയിന്റ് ഹാഷ്മി. ഇതിന്റെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് ആ കത്തിലാണ്. എങ്ങനെയാണ് ഇവർ ഗണിച്ചറിഞ്ഞതാണോ? സ്വർണ്ണ ക്ലാഡിംഗ് ഉണ്ടായിരുന്ന ഒരു ദ്വാരപാലക ശില്പം ഇവരുടെ കയ്യിലെ കത്തിൽ എങ്ങനെയാണ് കോപ്പർ പ്ലേറ്റ് എന്ന് ഇതേവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നിയമരേഖയിലും അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകളിലും ഇല്ലാതിരുന്ന ഒരു വാക്ക് എങ്ങനെ എൻ വാസു അത് എഴുതി വന്നപ്പോൾ അത് വന്നു? അത് ചുമ്മാ വന്നതല്ല ഹാഷ്മി, അത് വളരെ കൃത്യമായ ഗൂഢാലോചനയാണ്. അത് കൃത്യമായി പത്മകുമാറിന്റെ അടുത്ത് എത്തിയപ്പോൾ അത് പത്മകുമാർ ഫോർവേഡ് ചെയ്തതും ഈ കോപ്പർ പ്ലേറ്റ് എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഈ പോറ്റിക്കും ഈ പറയുന്ന കക്ഷികൾക്കും ഒക്കെ ചേർന്ന് ഗൂഢാലോചനയ്ക്കുള്ള അല്ലെങ്കിൽ ഇത് കടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കിയത്. ഇതിന് ശേഷം ഇപ്പോൾ ഒറ്റക്കാരോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് 2019 ഇത് കൊണ്ടുവന്നത് കിലോയിൽ വ്യത്യാസമുണ്ട്, 4.5 കിലോയിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ 2021 ഒരു മഹസർ എഴുതുമ്പോഴാണ് 4 കിലോയിൽ വ്യത്യാസമുണ്ട് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമപരമായി കണ്ടെത്തി എഴുതി വെക്കുന്നത്. ഇവർ നിയമപരമായി അത് എഴുതി 2019 തന്നെ ഇത് തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവന്നപ്പോൾ എഴുതി വെച്ചില്ല എന്നുള്ള വിമർശനം കോടതി രേഖകളിലുണ്ട്. പക്ഷെ 2021 ഒരു മഹസറിൽ ഇവർ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ് ഹാഷ്മി. ഇപ്പം ഇവർ പറയുന്നു 40 കൊല്ലത്തിൻ്റെ വാറണ്ടി. ഇപ്പം ഞാനോ ഹാഷ്മിയോ ആണ് ഒരു പള്ളിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചുമതലക്കാരനായിരിക്കുകയാണ്. ഇനി 40 കൊല്ലമല്ല 400 കൊല്ലത്തെ വാറണ്ടി ഉണ്ടെങ്കിലും നമ്മൾ കൊടുത്തുവിട്ട ഒരു സാധനത്തിൽ 4 കിലോ സ്വർണം കുറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ, ഇവർക്ക് ഇതിനകത്ത് യാതൊരു പ്രാവീണ്യവും ഇല്ലാത്ത ഒരു സ്ഥാപനം ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ ആദ്യം കൊടുത്തുവിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഫ്രോഡാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ പിന്നീട് ഇനി 40 അല്ല 400 അല്ല 4 കോടിയുടെ ലാഭം ഉണ്ടായാലും നമ്മൾ കൊടുത്തു വിടുമോ? പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും കൊടുത്തു വിട്ടു. അവിടെയാണ് ഇതിന്റെ സംശയം ഉണ്ടാകുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കോടതി സംശയിക്കുന്നത് 2025 നടന്നത് അറ്റകുറ്റപ്പണിയൊന്നുമല്ല, 2019 നടന്ന കള്ളപ്പണിക്കുള്ള കഞ്ഞിവെക്കലായിരുന്നു എന്ന് കോടതി സംശയിക്കാനുള്ള കാരണം ഇതേ ചോദ്യം കൊണ്ടാണ്. ഞാൻ താബീൻ ശ്രീ ബി ജയരാജ് ഇവിടെ PM ശ്രീ പ്രശാന്ത് ഭാഗമായത്. അതെ ശ്രീ ജയരാജ്, ഇവിടെ PM ശ്രീ ഒപ്പിട്ടാലും അതിദാരിദ്ര്യ മുക്ത കേരള പ്രഖ്യാപനം ഒക്കെ നടത്തിയ നല്ല കാര്യം. ഇപ്പോഴും ശബരിമലയിലെ കനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ തുടരുകയാണ്. അത് ഏതെങ്കിലും വാർത്താ കുത്തൊഴുക്കിൽ ഇല്ലാതായി പോകുന്ന ചോദ്യങ്ങളുമല്ല. അതിൽ പ്രധാന ചോദ്യം കേരളം ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു സംഘടിത കൊള്ളയ്ക്ക്
പോറ്റിയും മുരാരിയും സുധീഷും പോലെ ഏതായാലും ഉദ്യോഗസ്ഥരും മാത്രമാണോ എന്നാണ് ഈ ദേവസ്വം ബോർഡിലുള്ള അവിശ്വാസം കോടതി എടുത്തു പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രശാന്തിനോട് ഇറങ്ങിപ്പോകാൻ സർക്കാർ പറയാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നിൽപ്പാണ് അവിടെ. ശ്രീ ബി ജയരാജ്, ഇതിനകത്ത് അബിൻ വർഗി പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ടൂളാണ് എന്നാണ് പറഞ്ഞത്. ഇത് ആരുടെ ടൂളാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ടൈമിങ്, അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കാനായിട്ട് പോകുന്നു, ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ കാണാനില്ല, പീഠം കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇത് കള്ളത്തരം പറയുന്നത്. അവസാനം പീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂച്ച് പുറത്തായി. അതിനുശേഷമാണ് തുടരെയുള്ള അന്വേഷണം നടക്കുന്നതും ഈ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പല പല ഉദ്യോഗസ്ഥരും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം, മുരാരി ബാബു അടക്കം, അങ്ങനെ പല ആളുകളും ഈ SIT ടീമിന്റെ അന്വേഷണ വലയത്തിനുള്ളിലാവുകയും അതിനകത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. സർക്കാരിന് ഇതിനകത്ത് വളരെ സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കോടതി ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഒരു തരത്തിലുള്ള ശ്രീ രാമപിള്ള സാറ് പറഞ്ഞ കണക്കല്ലേ, ഒരു തരത്തിലുള്ള ഇതിനകത്ത് മാനിപ്പുലേഷൻസിനും സർക്കാരിന് ചെയ്യാൻ പറ്റില്ല. കാര്യം കോടതി ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്, അതിനകത്ത് കയറി. അതുകൊണ്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. ഹാഷ്മിക്കും എനിക്കും എല്ലാവർക്കും അറിയാം. അതിനകത്ത് എങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും? നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്തായി തീരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയട്ടെ. ഇതിനകത്ത് സ്വർണ്ണ പാളികൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉപ്പ് തിന്നാൻ എല്ലാം വെള്ളം കുടിക്കും, എല്ലാ ആളുകളെയും പുറത്തു കൊണ്ടുവരട്ടെ, മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരട്ടെ. ദേവസ്വം ബോർഡിന് അറിയാവുന്നതാണ്, ദേവസ്വം ബോർഡിന് ഉടായിപ്പ് ദുരൂഹത മുഴുവൻ അറിയാവുന്നതാണ്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4 കിലോ കുറഞ്ഞു എന്ന കാര്യം അറിയാവുന്നതാണ്. അതിനുശേഷം പോറ്റിക്ക് വീണ്ടും പരവതാനി വിരിച്ചവരാണ്. എല്ലാം അറിയാവുന്നവരാണെങ്കിൽ നേരത്തെ അന്വേഷണം പ്രഖ്യാപിക്കാം. ഒന്നും ഉണ്ടായില്ലോ, കോടതി ഇടപെട്ട്, അപ്പോൾ ഇനി കോടതിയുടെ ഭാഗമായി നടന്ന അന്വേഷണം നടക്കട്ടെ. എന്റെ ചോദ്യം, കോടതി, കേരളത്തിന്റെ ഹൈക്കോടതി എടുത്തു പറയുന്നു 2025 നടന്ന അറ്റകുറ്റപ്പണി അത് അറ്റകുറ്റപ്പണിയാണോ അതോ 2019 നടന്ന ഈ പറയുന്ന കാട്ടുകൊള്ളയ്ക്ക് കൊടപിടിക്കാൻ വേണ്ടിയാണോ ആ പണി എന്ന കാര്യം കോടതി സംശയിക്കുന്നു. കോടതി നീർക്കുന്നേർ ഈ ദേവസ്വം ബോർഡിനെ അതിന്റെ അധ്യക്ഷനെ കൊണ്ട് സംശയത്തിൽ നിർത്തുമ്പോൾ ഇറങ്ങിപ്പോടോ പ്രശാന്തേ എന്നീ സർക്കാർ പറയണ്ടേ? അതെന്താ പറയാത്തേ ശ്രീ ജയരാജ്? അത് സർക്കാരിന്റെ എന്താ പ്രിറോഗേറ്റീവ് കാര്യമല്ലേ? ഹഷ്മി, ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ റിപ്പോർട്ട് കിട്ടും. അന്നേരം തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് എന്തിനാണ് ഒരു ആക്ഷൻ എടുക്കുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് കമാൽ പാഷ പറഞ്ഞതേ ഉള്ളൂ കോടതി ഉത്തരവിൽ. പരോക്ഷമായി പറഞ്ഞതാണ്. അതല്ലെങ്കിൽ മാണിയുടെ രാജി ആവശ്യപ്പെട്ടിറങ്ങിയില്ലേ? ഇത് പരോക്ഷമായല്ല, നേർക്കുനേർ പറയുകയാണ്. ഈ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് 2019 കള്ളപ്പണിക്ക് കൂട്ടുനിൽക്കാനാണെന്ന് കോടതി നേർക്കുനേർ പറയുകയാണ്. നേർ പറയുകയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം നടത്തുന്നതിന് മുമ്പിലെ കോടതിയാണെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ അങ്ങേയറ്റ രീതിയിൽ തന്നെ പരമോന്നത കോടതി നീതിപീഠത്തിനെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയൊക്കെ നമ്മൾ മാനിക്കുന്നവരാണ്. എന്നാൽ പോലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ദ കേസ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് നടത്തുന്നത് വെങ്കടേഷാണ്, SP വെങ്കടേഷാണ് നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള, കോടതി തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടക്കുന്നത്. ഇതിനകത്ത് ആരെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരം ഇവിടെ ശബരിമലയിലെ 100 കണക്കിന് കോടികൾ രേഖയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയ് മല്യ സ്വർണ്ണം പൂശ രേഖയ്ക്ക് വേണ്ടി SIT ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇരിക്കുകയാണ് രേഖ. അതെവിടെയാണെന്ന് ബോർഡിന് അറിയില്ല. എവിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈ രേഖ ഇരിക്കുക? SIT വിരട്ടിയപ്പോൾ വേറെ വഴിയില്ലാതെ കാണാതിരുന്ന രേഖ പൊന്തി വന്നതാണോ അതോ SIT മരാമത്തിൽ കയറി എടുത്താണോ എന്ന് വ്യക്തമാവട്ടെ. ഈ ദേവസ്വം ഒളിച്ചുകൾ എന്തിനാണ് ഇപ്പോഴും? ആ രേഖ കൊടുത്ത എന്താ കുഴപ്പം? രേഖ എന്തിനാ പൂഴ്ത്തി വെക്കുന്നേ? ഈ ദേവസ്വം ബോർഡിൽ ഈ മാറി മാറി വരുന്ന സർക്കാരുകളാണ്, മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകളാണ്, ബോർഡിന്റെ പ്രസിഡന്റുമാർ മാറി മാറി വരും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു രേഖ ഉടനെ തന്നെ എടുക്കാൻ, ഡിജിറ്റലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പഴയ രീതി തന്നെയാണ് തുടരുന്നത്. ഈ രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ രജിസ്റ്ററിനകത്ത് എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷണം നടത്താനും ഒക്കെ പറ്റുന്നതും. അപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള ഇതിനകത്ത് മാനിപ്പുലേഷൻസ് നടക്കും. പക്ഷേ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സാധനങ്ങളിൽ മാനിപ്പുലേഷൻ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഡിജിറ്റലായിട്ട് അഥവാ രേഖയുണ്ടെങ്കിലും ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞതും അതിന്റെ രേഖകളൊക്കെ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെയാണല്ലോ, നന്ദാവനത്ത് തന്നെയാണല്ലോ ദേവസ്വം ബോർഡിന്റെ ഓഫീസ്. ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ് കിടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. നമ്മുടെ ആ പാൽക്കുളങ്ങര അടുത്താണല്ലോ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് കിടക്കുക.
അല്ല, ദേവസ്വം ബോർഡിന്റെ SITയുടെ ഓഫീസ് കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അത് സെർച്ച് ചെയ്യാനോ എടുക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ SIT ചോദിച്ചുകൊണ്ടാണ് കോടതി മേൽനോട്ട അന്വേഷണമാണ്. വിജയം വലിയ സ്വർണ്ണം പൂശ രേഖ കാണാതെ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അപ്പോഴാരും നോക്കില്ല, നമ്മുടെ രേഖ കൊണ്ട് നോക്കില്ല. അപ്പോൾ SIT കൊടുക്കില്ല. SIT ആവർത്തിച്ച് പിന്നാലെ നടക്കണം, SIT പോയി കയറി എടുക്കണം. അപ്പോൾ അതിലൊരു സംശയമില്ലെന്ന് അങ്ങയുടെ വിശ്വാസമെങ്കിലും ഓക്കെ ഞാൻ എത്താം. SIT കയറി എടുക്കുന്നവരെ കൊടുക്കാതിരിക്കാനും മാത്രം അവിടെ ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് നോക്കാൻ, അവിടെ രേഖ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും മാത്രം ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരില്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ എത്താം. ശ്രീ കെ മാനണി നോക്കൂ, അന്നത്തെ സ്വർണ്ണവിലയ്ക്ക് 15 ലക്ഷത്തിന് ഗോവർദ്ധൻ സ്വർണ്ണം വാങ്ങി വെച്ചു എന്നാണ് പറയുന്നത്. ഡയറക്റ്റായിട്ട് കയറി എടുക്കാമല്ലോ. ആ സ്വർണം SIT കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതേസമയം 70 ലക്ഷം രൂപ ശബരിമലയിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഗോവർദ്ധൻ കൊടുത്തു. അയ്യപ്പ ഭക്തി കൊണ്ട് പവൻ കണക്കിന് സ്വർണം ശബരിമലയ്ക്ക് വേണ്ടി ഇതേ പോറ്റി കൊടുത്ത ഗോവർദ്ധൻ മോഷണം മുതൽ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിയെന്ന് വിശ്വസിക്കാവോ? ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞാണെങ്കിൽ മാർക്കറ്റ് വിലയ്ക്ക് ആകുമോ അത് വാങ്ങുക? ഗോവർദ്ധൻ പെട്ടെന്ന് പൊട്ടിവീഴുന്നൊരു അഭിഭാഷക ബുദ്ധിയാണ് എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ശ്രീ കെ മാനണി. കാശ്മി, ഈ ഗോവർദ്ധൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. കാരണം ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ മുഴുവൻ സ്വർണ്ണങ്ങളും ഗോവർദ്ധന് കൊടുത്തതായിട്ടാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അനുമാനം. അത് 15 ലക്ഷം രൂപ കൊടുത്തു, സ്വർണത്തിൻ്റെ വിലയായി 15 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. ഈ 15 ലക്ഷം രൂപയുടെ സ്വർണം മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അയാൾ പറയുന്ന മറ്റൊരു കാര്യം 70 ലക്ഷം രൂപ സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ 15 ലക്ഷം രൂപയുടെ സ്വർണം മാത്രമേ അയാൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് എത്രമാത്രം ശരിയാണ്? കാരണം 15 ലക്ഷം രൂപ, കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണം അവിടെ എത്തി ചേർന്നതിന് ശേഷം 15 ലക്ഷത്തിൻ്റെ മൂല്യമുള്ള സ്വർണം മാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കേസിൻ്റെ അന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ല അന്വേഷണത്തിൽ എത്രമാത്രം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇനി മറ്റ് എവിടെയെങ്കിലും സ്വർണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് സ്വർണം റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ 608 ഗ്രാം സ്വർണമാണ് ഈ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. അത് സ്വർണ്ണ കട്ടിയായിട്ട് 6 കട്ടികളും അതുപോലെ തന്നെ 4 ചെറിയ കഷ്ണങ്ങളുമായിട്ടാണ് ഈ 608 ഗ്രാം സ്വർണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു അര കിലോ മിച്ചമായിട്ടുള്ള ഒരു സ്വർണം മാത്രമേ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവങ്ങളെല്ലാം പുറത്തായി 3 ആഴ്ചയായി കേസ് രജിസ്റ്റർ ചെയ്ത് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായ ശ്രീ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ മുരാരി ബാബുവും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുധീഷ് കുമാറും, ആ 3 പേരെ ഈ 3 ആഴ്ച കൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള മന്ദഗതി ഈ അന്വേഷണത്തിലുണ്ടെന്ന് നമുക്ക് കരുതേണ്ടതില്ല. കാരണം ഇത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു കേസിന്റെ അന്വേഷണം പഴുതുകൾ അടച്ച് കരുതാവുന്നത് മുരാരി ബാബു ചില്ലറക്കാരനല്ല, ആരോപിക്കപ്പെടുന്നവർ ചില്ലറക്കാരല്ല, മുരാരിക്ക് മുകളിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്നും ചില്ലറക്കാരല്ല. നോക്കൂ, ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്, FIR ഇടാൻ വൈകുന്നുണ്ട്, FIR ഇട്ട് പോറ്റിയെ പൊക്കാൻ വൈകി. ഈ പോറ്റിയെ പൊക്കാൻ വൈകുന്ന ആ സമയം കൊണ്ട് പോറ്റി നാടൊട്ടുക്ക് നടന്നു. ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി അടക്കം പോയി കണ്ടുവെന്നാണ് പറയുന്നത്. ശരി, പോറ്റിയെ അറസ്റ്റ് ചെയ്തു, മുരാരിയെ അറസ്റ്റ് ചെയ്യാൻ പിന്നെയും വൈകി, പിന്നെയും എത്ര ദിവസം കഴിഞ്ഞാണ് ഈ സുധീഷിന്റെ അറസ്റ്റ്? ഇത്രയും സമയം കിട്ടുക എന്നതിനർത്ഥം ഈ കള്ളന്മാർക്ക് ഡിഫൻസ് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നല്ലേ? എതിരെ വരാനായിട്ടുള്ള സാക്ഷികളെ നിശബ്ദരാക്കിക്കൊണ്ടും തെളിവുകൾ ഇല്ലാതായിക്കൊണ്ടും ഈ വൈകുന്നേരം ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര കള്ളന്മാർ ഓടി നടക്കുന്നു ആർക്കറിയാം? ശ്രീ കെ മാനണി, ഇഷ്ടം പോലെ സമയം കിട്ടലാണ്. ആ പറഞ്ഞതിൽ ഒരു പരിധി വരെ ശരിയുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഈ ഗോവർദ്ധനെ ഇയാൾ ഈ പോറ്റി സമീപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേസിന് ശേഷം. അതായത് കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, അതല്ലെങ്കിൽ ആ രീതിയിൽ സമീപിച്ച് വീണ്ടും കാശ് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. പിന്നെ അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനിലും അയാൾ എത്തിയിരുന്നു. അയാൾ എവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയമായിട്ട് ഉള്ളത്, ആ സ്ഥലങ്ങളിലെല്ലാം അയാൾ എത്തി ആ ആളുകൾക്ക് വേണ്ട വിവരങ്ങൾ കൊടുക്കുകയും അയാൾ കേസിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ശരി തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഇയാളെ ഈ പറഞ്ഞ പോറ്റിയെ 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. അയാളുമായിട്ട് അന്വേഷണ സംഘം കർണാടകത്തിൽ അല്ലെ ബാംഗ്ലൂരിൽ എത്തുകയും
എത്തുകയും സ്വർണ്ണം റിക്കവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പോലീസിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണ്ടിയോ അല്ല. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇയാളിപ്പം സാക്ഷിയാണോ, ഈ ഗോവർദ്ധൻ സാക്ഷിയാണോ മാപ്പ് സാക്ഷിയാണോ എന്നുള്ളത് വ്യക്തമാവുന്നില്ല. സാക്ഷിയാണ് എങ്കിൽ അത് എത്രമാത്രം പിന്നീട് കേസിന്റെ വിചാരണയിൽ പ്രോസിക്യൂഷനിൽ വിജയകരമാകുമെന്നുള്ളത് നമ്മളിപ്പോ ഗോവർദ്ധൻ ഗോവർദ്ധൻ ബന്ധത്തിലേക്ക് പ്രധാന സംശയം അതാണ്. അതായത് പോറ്റി ഗോവർദ്ധൻ ബന്ധത്തിലേക്ക് പോറ്റി കൊണ്ട് സ്വർണം കൊടുത്തു, പോറ്റി മൊട്ടിച്ചു, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് കൊടുത്തു, ഗോവർദ്ധൻ അത് ആ സമയത്ത് മാർക്കറ്റ് വില വാങ്ങിച്ചു. പോറ്റി പറയുന്നു ഗോവർദ്ധൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അന്വേഷണം നേരത്തെ പോകുന്നു. റൊദ്ധം ജ്വല്ലറി 1 മാസം അടച്ചെടുക്കുന്ന ജ്വല്ലറിയാണ്. ആ റൊദ്ധം ജ്വല്ലറിയിൽ നിന്ന് 2019 സ്വർണം കണ്ടെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേസിന്റെ ബാക്കിയുള്ള സ്കോപ്പ് കഴിഞ്ഞു. ഇത് കവർച്ചാ കേസാണ്. കവർച്ചാ കേസിൽ തൊണ്ട് മുതൽ കിട്ടി. കേസ് ക്ലോസ് എന്നല്ലേ വരിക? പോറ്റിയുടെ മൊഴിയാണ് വിശ്വസിക്കുന്നതെങ്കിൽ. അതെ, റിക്കവറി തൊണ്ടിമുതകൾ ഭാഗികമായിട്ട് അല്ലെങ്കിൽ വളരെ ഭാഗികമായിട്ട് മാത്രമേ റിക്കവർ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് SITക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാലമോഷണ കേസല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വഴിയിലേക്ക് പോയൊരു വീട്ടമ്മയുടെ മാല പൊട്ടിച്ചൊരു കള്ളം കൊണ്ട് വിറ്റ കഥയല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിൻ്റെ അഭിമാനമായ, നേരത്തെ ജി രാമൻ നായർ പറയുന്നത് പോലെ ഇന്ത്യക്കകത്തും പുറത്തും കോടിക്കണക്കിനായ ഭക്തരുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്ന ആസൂത്രിതമായ സംഘടിത കൊള്ളയെക്കുറിച്ചാണ്. ആ കൊള്ളയെക്കുറിച്ച് പറയുമ്പോഴേക്കും പോറ്റി കൊണ്ട് സ്വർണം ഉരുക്കിക്കൊണ്ട് ഈ പറയുന്ന റൊദ്ധം ജ്വല്ലറി കൊടുത്തു. റൊദ്ധം ജ്വല്ലറിക്കാരൻ കേവലം മാർക്കറ്റ് വിലയ്ക്ക് 15 ലക്ഷം രൂപ വാങ്ങി, അത് പോയി കണ്ടെടുത്തു, ബാക്കി തൊണ്ട് മുതൽ എന്നതിലേക്ക് ചുരുങ്ങാൻ പറ്റത്തില്ല അന്വേഷണം. പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതിനെ ആ രീതിയിൽ നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആ ശബരിമല സന്നിധാനത്ത് നിന്നും മോഷണം ചെയ്തിരിക്കുന്നത്, അതായത് അയ്യപ്പ വിഗ്രഹത്തിന്റെ തൊട്ട് സമീപത്തിരുന്ന സ്വർണ്ണമാണ് ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. അതിനെ എവിടെ കൊണ്ട് പോയി കൊടുത്തു എന്നുള്ളത് പോലീസിന് സമയമെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഞാൻ അന്വേഷണത്തിന്റെ രീതികളെ പറ്റി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ കട്ടിളയുടെ കേസിൽ ഈ പറഞ്ഞ 3-ാം പ്രതിയായി ദേവസ്വം മുൻ കമ്മീഷണർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 8-ാം പ്രതിയായിട്ട് ദേവസ്വം ബോർഡാണ് വരുന്നത്. നമ്മൾ ഓരോ ആളുകളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് അന്വേഷണത്തിൽ അവരിലേക്ക് എത്തുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീടുള്ള ആ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കുകയുള്ളൂ. ഇതിപ്പം അടിസ്ഥാനപരമായിട്ട് എത്രമാത്രം ഇതിനെ പിന്താങ്ങുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. കാരണം ഈ അന്വേഷണത്തെ സംബന്ധിച്ച് യാതൊന്നും പുറത്തുവിടാൻ പാടില്ലെന്ന് കർക്കശമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് പൂർണ്ണമായി പാലിക്കുന്നുണ്ട്. പുറമേ വരുന്ന അവ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് 8-ാം പ്രതിയായിട്ടാണ് 2ാമത്തെ കേസ് നിൽക്കുന്നത്. അതിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സാവകാശം ഒന്ന് ക്ഷമയോടെ കൂടുതൽ കൊടുക്കുക. അതുവരെ അതീവ സീക്രസി അന്വേഷണം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പുറത്തേക്ക് വരുന്ന വിവരങ്ങളല്ലാതെ വിവരങ്ങൾ അന്വേഷണത്തിലുണ്ടോ എന്നൊക്കെ നമുക്ക് അന്ന് SITയുടെ റിപ്പോർട്ടാണ് അറിയാം. ഇത് അതീവ രഹസ്യാത്മകമായി നടത്തുന്ന അന്വേഷണമാണല്ലോ. അതായത് നമ്മളിപ്പോൾ പത്രത്തിൽ വരുന്ന മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ മാത്രം രഹസ്യമായി അന്വേഷിക്കാൻ പറഞ്ഞ കാര്യത്തിൽ റിപ്പോർട്ട് SIT കൊടുക്കുമെന്ന് കരുതാനും വയ്യ. നമുക്ക് നോക്കാം. ജി രാമൻ നായർ, എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഗോവർദ്ധൻ കൊടുത്ത 70 ലക്ഷത്തോളം രൂപ, അത് എന്തൊക്കെ ഇടപാടില്ലെന്ന് അവർക്കേ അറിയുള്ളൂ? അതോ ഇതുപോലെ പല ഗോവർദ്ധന്മാരിൽ നിന്നും ഇത്തരം ഓർത്തു നോക്കൂ ജി രാമൻ നായർ, അയ്യപ്പനെ പറ്റി തരിമ്പിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാവുമല്ലോ അയ്യപ്പനെ വിറ്റ് പണം ഉണ്ടാക്കാം എന്നീ പറയുന്ന ആർത്തിപ്പണ്ടങ്ങൾ തീരുമാനിക്കുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കണം. അത് മറ്റൊരു കാര്യമാണ്. അത് വ്യക്തികളുടെ വിശ്വാസവും വ്യക്തികളുടെ തട്ടിപ്പ് രീതികളുമാണ്. അത് അവരുടെ കാര്യം. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മുന്നിലുള്ള വിവരം എന്താണ്? ഈ പറയുന്ന 15 ലക്ഷം ശബരിമലയിൽ അയ്യപ്പൻ്റെ ഇരുപുറം ഇരിക്കുന്ന ദ്വാരപാലകരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റത് 15 ലക്ഷത്തിന്, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടി. കേവലം 15 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയാണോ പോറ്റിയും മുരാരിയും സുധീഷ് കുമാറും ഈ പറയുന്ന ബാക്കി സംഭവങ്ങളും അതിന് മുകളിലുള്ള ആൾക്കാരും ഈ പറയുന്ന ദേവസ്വം ബോർഡിന് രേഖകളടക്കം തിരുത്തിക്കൊണ്ട് സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയിക്കൊണ്ട് ഇമാതിരി സംഘടിതമായ ഉടായ്പ നടത്തിയത് ഒരു 15 ലക്ഷത്തിനാണോ അല്ലെങ്കിൽ 14 ലക്ഷത്തിനാണോ ജി രാമൻ നായർ? ഒരിക്കലും അല്ല. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ലക്ഷ്മി. ഒന്ന്, ഈ മെറ്റീരിയലായിട്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. മറ്റൊന്ന്, അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു വലിയ വിശ്വാസത്തോടുള്ള ഒരു വെല്ലുവിളിയല്ലേ. ഇതേ ശബരിമല വിശ്വസിക്കുന്ന കോടിക്കണക്കായ ഭക്തജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരെ സംബന്ധിച്ച് എത്രയോ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ വരെ ഇത്തരത്തിലുള്ളൊരു കൊള്ള നടത്തിയാൽ ഇത്രയൊക്കെ വരൂ എന്നുള്ള ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിലമതിക്കാത്ത സ്വത്തുക്കൾ പലയിടത്തായിട്ടുണ്ട്. അപ്പോൾ പല മേഖലയിലേക്കുള്ള കൊള്ള നടത്താനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാമോ? വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 15 ലക്ഷം രൂപയൊന്നും അല്ല ഇതിനകത്ത് സാരമായ കാര്യം. ഇതെല്ലാം ഗോവർദ്ധൻ പറയുന്നോ അല്ലെങ്കിൽ പോറ്റി പറയുന്നോ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ
ഈ പറഞ്ഞ വാർത്തകളിലൊക്കെ വരുന്നുള്ളൂ. പോറ്റിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഗോവർദ്ധനാണ് പറഞ്ഞത്, ഞാൻ 70 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 70 ലക്ഷമാണോ 80 ലക്ഷമാണോ 1 കോടിയാണോ നമുക്കറിയില്ല. അതിൻ്റെ അത്തരത്തിലുള്ളൊരു മൂല്യത്തിനേക്കാൾ ഉപരിയായി നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും ഇത്തരത്തിൽ ആലോചനകൾ നടത്തി അടിസ്ഥാനപരമായിട്ട് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നടത്തിയ ഈ കൊള്ളയിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമൊന്നുമല്ല, അവർക്ക് മാത്രമായിട്ട് ചെയ്യാനും കഴിയില്ല. ഉദ്യോഗസ്ഥന്മാർ മാത്രമായി നടത്തുന്ന ഒരു കൊള്ളയല്ലിത്. വാസ്തവത്തിൽ ഇത് ആസൂത്രിതമായി വളരെ ഉന്നതമായ ആളുകളുടെ അറിവോടും അവരുടെയൊക്കെ പിന്തുണയോടുകൂടി നടത്തിയ ഒരു കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശബരിമല മാത്രമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് എന്നതുകൂടി നമ്മൾ ഈ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങളിലേക്കും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ സ്വഭാവം, അവരേതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നത്, അവരുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ, ചരിത്രം, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് യാതൊരു വിശ്വാസവുമില്ലാതെ ഇത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരുപറ്റം ആളുകൾ തുടർച്ചയായി ശബരിമലയുടെ ആധിപത്യം കയ്യിലാക്കിയ ഒരു കാലത്താണ് ഇത്തരത്തിൽ നടന്നത് എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. 2019 മുതൽ 25 വരെ നടന്ന ഈ കാലത്തുണ്ടായ ഈ സംഭവങ്ങളൊക്കെ ഓരോന്നായി സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ ഒരേ കാലഘട്ടത്തിൽ തന്നെ അവിടെ ആയിരിക്കുന്ന ആൾ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറാകുന്നു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളിൻ്റെ PA ആയിരിക്കുന്ന ആൾ അവിടെ ചില ചുമതലകൾ വഹിക്കുന്നു. ഇതെല്ലാം നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അവിടെ ഈ കാര്യത്തിന് വേണ്ടി സഹായിയായി പ്രവർത്തിച്ചു. ആരെയൊക്കെ അവർ സഹായിച്ചു എന്നുള്ളത് SITയുടെ അന്വേഷണത്തിലിരിക്കുന്ന ചില കാര്യമായതുകൊണ്ടും എന്നാൽ ഇപ്പോൾ തന്നെ ചില ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭഗവാന്റെ മുതൽ കൊണ്ടുപോയ ആളുകൾ ആരും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞകാല പല ചരിത്രവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ സമാനമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ കാലത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറിയതിൻ്റെ സാഹചര്യത്തിൽ രക്ഷപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും പല ആളുകളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യത്തിൻ്റെ ഓരോ നടപടിക്രമങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ ചെറിയ പരൽ മീനുകളെ കാണിച്ച് വലിയ തിമിംഗലങ്ങൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഹാഷ്മി എനിക്കിത് പറയാനുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ മുതൽ മോഷ്ടിച്ച ആളുകളാരും രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് നിശ്ചയമായും ഈ ആളുകൾ പിടിയിലാകപ്പെടും, ശിക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ ഇത്ര വളരെ വൈകിയ ഒരു അനവസരത്തിലായി ആവട്ടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിലൂടെ ഈ കാര്യത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ മുതൽ സംരക്ഷിക്കപ്പെടണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വളരെ യാദൃശ്യമാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് നേരത്തെ ശ്രീ അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ ബി ജയരാജ് പറഞ്ഞതുപോലെ ഇത് അയ്യപ്പ സംഗമത്തിന്റെ സമയത്തൊന്നും അല്ല, അതിനു മുമ്പ് കോടതിയിലേക്ക് വന്ന ഇടപെടലാണ്. കോടതി ഇടപെട്ടതാണ്, കോടതിയാണ് ഇത് കണ്ടെത്തുന്നത്. അത് കോടതിയിലേക്ക് ആവട്ടെ ഈ പറഞ്ഞ ഹൈക്കോടതി അറിയിക്കാതെ ഈ സാധനം രാജ്യരാമാനം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം തെറ്റായ തീരുമാനം കൊണ്ടുണ്ടായ യാദൃശ്യമായ ഇതാണ് ഇടപെടൽ നടപടി മാത്രമാണ്. ശ്രീ അബിൻ വർഗീസ്, ശ്രീ ജി രാമനാഥൻ പറഞ്ഞതുപോലെ ഇതിൽ വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുക. കാരണം എന്താണ്? വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ അസാന്നിധ്യത്തിലും അവരുടെ അഭാവത്തിലുമാണ് ഈ പാളികളിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സൂചിപ്പിക്കാനുള്ളത്. അവിടെ നിന്നാണ് വിജിലൻസ് റിപ്പോർട്ടാണ് പ്രധാനമായും ഹൈക്കോടതിയെ സ്പർശിച്ചത്. അവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി അറിയിക്കേണ്ട എന്ന് ആരോ തീരുമാനിച്ചു. അത് ഹൈക്കോടതി സംശയിക്കുന്നത് ബോധപൂർവമാണെന്ന് സംശയിക്കുന്നു. ബോധപൂർവമാണെങ്കിൽ അല്ലെങ്കിലും ഹൈക്കോടതിയെ അറിയിക്കാതെ ഇത് രാജ്യരാമാനം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്താൻ പോറ്റി സമക്ഷം കൊണ്ടുപോകാനുള്ള തീരുമാനം അത് അവസാനത്തെ തീരുമാനമായെന്ന് വേണം പറയാൻ. അതാണല്ലോ അത്രയും ആ തീരുമാനത്തിന് ദേവസ്വം ബോർഡ് നന്ദി. അബിൻ വർക്കി, ഇതിൽ ഈ പറയുന്ന രീതിയിൽ ഇനിയും വ്യക്തത വരും ദിവസങ്ങളെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം എന്താണ്, ശബരിമലയിൽ ഒരുപാട് സാധാരണ ഭക്തർ പോകുന്നതാണ്. അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ സംഭാവനകൾ, ചെറിയ വഴിപാടുകൾ അയ്യപ്പന് അവരെ കൊണ്ട് കഴിയുന്ന പോലെ കൊടുക്കുന്നതാണ്. ഈ കൊടുക്കുന്ന വഴിപാട്, ഈ കൊടുക്കുന്ന സംഭാവന ആരെങ്കിലും ഒക്കെ അടിച്ചണ്ണാക്കിലോട്ട് ഇടുന്നുണ്ടോ എന്ന ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമാണ്. ആ വിശ്വാസ കേന്ദ്രത്തിൽ വിശ്വാസ തകർച്ച ഉണ്ടാകുന്ന സംഭവമാണ്. അതിൽ വ്യക്തത ഉണ്ടാവണം. ശ്രീ അബിൻ വർക്കി, ഇവിടെ ഈ പറയുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ പുതിയതായി ഉണ്ടാവുന്ന ആളല്ല. അയാളും ശബരിമലയും അടുത്ത് നിൽക്കുന്ന ആളാണ്. അയാളും നേരത്തെ സ്പോൺസറായിട്ടുള്ള ആളാണ്. അയാൾ നേരത്തെ ഈ പോറ്റിക്ക് സ്വർണം കൈവശം കൊടുത്തു വിട്ട ആളാണ്. അപ്പോൾ പോറ്റി ഈ ദ്വാരപാലകരുടെ സ്വർണം അടിച്ചു മാറ്റി ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി അത് ഉരുക്കിയ സ്വർണം കൊണ്ട് ഈ ഗോവർദ്ധന് വിറ്റു. ആ വിറ്റ സ്വർണം 2019 മുതൽ 25 ആകുമ്പോൾ പോയി കണ്ടെടുക്കുന്നു എന്ന് പറയുന്ന അങ്ങോട്ട് വിശ്വസിക്കാൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. സി അബിൻ വർക്കി,
15 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്വർണം എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെറ്റായ വാദഗതിയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഈ ശബരിമല അയ്യൻ്റെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത വിശ്വാസികളുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം. ആഗോളതലത്തിൽ തന്നെ അയ്യപ്പ വിശ്വാസികൾ വളരെയധികം ഉള്ളവരാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഈ അയ്യപ്പനെ സ്വന്തം കമ്പനിയുടെ പാർട്ട്ണറായി കണ്ട്, ഇല്ലെങ്കിൽ ഒരു 10%, 15% ഷെയർ ഹോൾഡറായി കൊടുത്തുകൊണ്ട് തങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം തന്നെ ശബരിമലയ്ക്ക് കൊടുക്കുന്ന ഒട്ടേറെ വലിയ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ഒരു 100 കോടി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 15-20 കോടി രൂപ അയ്യപ്പൻ എല്ലാ കൊല്ലവും കൊടുക്കുന്ന വലിയ വ്യവസായികളുള്ള നാടാണ് നമ്മുടെ രാജ്യം. പ്രത്യേകിച്ച് ഈ ആന്ധ്രയും കർണാടകയും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ കോടീശ്വരന്മാർ, വലിയ പണക്കാരുള്ള സ്ഥലമാണ്. അവരുടെ അടുക്കലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ, ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെന്നാൽ, ആ ദ്വാരപാലക ശില്പം തന്നെ ചെന്നാൽ 15 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നാട്ടിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയായിരിക്കും. കാരണം അവർ ഏത് ക്യാപ്സ്യൂളും എടുക്കാൻ പാകത്തിലിരിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഒരാളും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. 15 ലക്ഷം രൂപയാണ് ഇതിൻ്റെ മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഈ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു പോറ്റി ആരുടെ ടൂളാണ് എന്നുള്ളത് അറിയാം, അയ്യപ്പ സംഘം നടത്തി. പോറ്റിയുടെ കയ്യിലായിട്ട് ഏതാണ്ട് UDF-കാർ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പം കൊടുത്ത് ഇതൊന്ന് വിറ്റ് തരണമെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത്. ശ്രീ ജയരാജ്, ഇത് 2019 അന്നത്തെ ദേവസ്വം ബോർഡ്, ഇടതുപക്ഷ സർക്കാർ വെച്ച ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോഴുണ്ടായ ഒരു പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വീണ്ടും കൊടുത്തു വിട്ടതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഇത് ഏതെങ്കിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സർക്കാരോ കണ്ടുപിടിച്ച ഒരു തട്ടിപ്പല്ല, ഒരു ഫ്രോഡല്ല. മറിച്ച് ഇത് ഒരു കോടതി, ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്ത കേസാണ്, സുവോമോട്ടോ കേസാണ്. അങ്ങനെ സുവോമോട്ടോ കേസിൻ്റെ അടിസ്ഥാനത്തിൽ 2023 കോടതിയെ അറിയിക്കാതെ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ ശ്രമിച്ചപ്പോൾ അന്ന് എടുത്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2019 ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നും 2019 ഒരു കാട്ടുകൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കോടതിയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായത്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അല്ലാതെ ഇത് സർക്കാർ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല, മറിച്ച് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയ ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതിൽ വീണ്ടും ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതിനകത്ത് പോറ്റിയല്ല പ്രശ്നം, പോറ്റി ഒരു ടൂളാണ്. എന്താണ് പോറ്റി? പോറ്റി ഒരു വിശ്വസ്തനായ ഏജന്റാണ്. പോറ്റിയെ ഈ സാധനം കൊടുത്തു വിട്ടാൽ കൃത്യമായ കമ്മീഷൻ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ് പോറ്റി. അതുകൊണ്ട് തന്നെ അയാളൊരു വിശ്വസ്തനായ ഏജന്റ് ആയതുകൊണ്ട് ഇത് മുഴുവൻ കച്ചവടം നടത്താനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും ഈ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് പോറ്റിയെ നമ്മൾ ടൂളായി കാണുന്നത്. ആർക്കാണ് പോറ്റിക്ക് വേണ്ടി ഈ തട്ടിപ്പ് നടത്താനുള്ള പരിതസ്ഥിതി ഉണ്ടാക്കിയത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതേവരെ ഒരു CPM-കാരനും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആവർത്തിച്ച് പറയുന്നു, ഇതിന്റെ ആദ്യത്തെ അതേ പോറ്റിയെ പോറ്റുന്നവർക്ക്, ഇപ്പൊ താങ്കൾ സംശയിക്കുന്ന പോറ്റിയെ പോറ്റുന്നവർക്കും പോറ്റിയെ ഡീൽ ചെയ്യാനും മാനേജ് ചെയ്യാനും എന്തായാലും അറിയാമായിരിക്കുമല്ലോ. പോറ്റിയിലേക്ക് അന്വേഷണം എത്തുന്നു അറിയുമ്പോഴേക്കും പോറ്റിക്ക് മതിയായ സമയം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതിൽ കിട്ടുന്ന അഭിഭാഷക ബുദ്ധിയിലല്ല ഈ പറയുന്ന ഗോവർദ്ധനെന്നും അതിൽ പറഞ്ഞ അഭിഭാഷക ബുദ്ധിയിലല്ല ഈ സ്വർണം 15 ലക്ഷം വിറ്റെന്നും ഈ തൊണ്ടിമുതൽ കണ്ടെടുക്കുന്നതൊക്കെ അല്ലെന്ന് എങ്ങനെയാണെന്ന് പറയാൻ കഴിയുക ഷബിൻ വർക്കി? അല്ല, അതായത് ശബരിമലയിലെ ഒരു സ്വർണം കട്ടുകൊണ്ടുവന്ന 15 ലക്ഷം രൂപയ്ക്ക് വിറ്റയാളാണ് പോറ്റി എന്നറിഞ്ഞിട്ട് വീണ്ടും ഗോവർദ്ധൻ ശബരിമലയിലേക്കുള്ള സംഭാവന പോറ്റി വഴി തന്നെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മണ്ടന്മാരാണല്ലോ, ഇതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണല്ലോ ഈ ജനത മുഴുവൻ. അതൊന്ന് ആലോചിക്കുക. അതായത് ഒരാള് ഒരു വിശുദ്ധമായ അമ്പലത്തിലെ സ്വർണം അവിടുന്ന് കട്ടുകൊണ്ട് വന്ന് തനിക്ക് തന്നുവെന്ന് ബോധ്യമുണ്ട് ആർക്ക്? ഈ ഗോവർദ്ധന്. അത് 15 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചതെന്ന് ഗോവർദ്ധൻ പറയുന്നു. എന്നാണ് മേടിച്ചത്? 2019 മേടിച്ച കാര്യമാണ്. എന്നിട്ട് ഗോവർദ്ധൻ പറയുകയാണ്, ഞാൻ അതിനുശേഷം ഏതാണ്ട് 70 ലക്ഷം രൂപയോളം ആർക്ക് കൊടുത്തു? ശബരിമലയ്ക്ക് കൊടുത്തു. ആര് വഴി കൊടുത്തു? പോറ്റി വഴി കൊടുത്തു. അപ്പം നമ്മളിത് മുഴുവൻ തൊണ്ട തൊടാതെ അങ്ങ് ഇറക്കി വിശ്വസിക്കണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇതാണ് ഇവരുടെ പ്രശ്നം. ഞാനിത് പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ സമയം കിട്ടി. എങ്ങനെ സമയം കിട്ടി? സമയം കിട്ടിയിടത്താണ് പ്രശ്നം. ഇവരെ അറസ്റ്റ് ചെയ്യാതെ പുറത്ത് നിർത്തി ഗൂഢാലോചനയ്ക്കുള്ള എല്ലാവിധ സാഹചര്യവും സർക്കാർ ഒരുക്കി. ഈ സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ അകത്തെ നടപടിക്രമങ്ങളിലേക്ക് പോകാമായിരുന്നിട്ടും കൃത്യമായി ഒളിച്ചുകളി നടത്തി ഈ ഉദ്യോഗസ്ഥർക്കും ഈ ദേവസ്വം ബോർഡ് അധികാരികൾക്കും ഒളിച്ചു കളിക്കാനുള്ള അവസരം, ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ്.
പക്ഷേ എങ്കിലും കോടതിയുടെ മേൽനോട്ടം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അന്വേഷണത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് വീണ്ടും ഒരൊറ്റ കാര്യത്തോടെ സ്റ്റിക്ക് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹാഷ്മി. ഇതിനകത്ത് പോറ്റിയല്ല പ്രശ്നം. ഇതിന്റെ ആദ്യത്തെ ഗൂഢാലോചന പൊളിറ്റിക്കൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. പൊളിറ്റിക്കൽ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ശ്രീ എൻ വാസു ആണ്. ആദ്യമായി ഗോൾഡ് ക്ലാഡഡ് എന്നതിനു പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ച് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കൈമാറുന്നതിന് മുമ്പ് ഇത് ചെമ്പ് പാളിയാണ് എന്ന് നിയമപരമായി രേഖകളിൽ എഴുതി വെച്ച ശ്രീ എൻ വാസു പൊളിറ്റിക്കൽ ലീഡറാണ്. അയാൾ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. അയാൾ CPM-ന്റെ നേതാവാണ്. അയാളെ സംരക്ഷിക്കാൻ സർക്കാർ നിൽക്കുകയാണ്. ആ കത്ത് വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിൽ ചെന്നപ്പോൾ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതി വീണ്ടും പറഞ്ഞു കോപ്പർ പ്ലേറ്റ് ആണ്, ചെമ്പ് തകിടാണ് എന്ന് എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ അത് സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഈ സ്വർണം കൊടുത്തുവിടുന്നതിന് മുമ്പ് എങ്ങനെയാണത് ചെമ്പ് പാളി എന്ന് ഒരു നിയമപരമായ രേഖകളിൽ എഴുതി വെക്കുന്നത്? കോടതി കണ്ടെത്തിയ കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. കോടതി 3 ഡിസ്ക്രിപ്പൻസി സംശയിക്കുന്ന ആ തലത്തിലേക്ക് അന്വേഷണം പോകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഗൂഢാലോചന. അതെ, അബിൻ പോകുന്നതിലേക്ക് അന്വേഷണം പോകുമോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഞാൻ എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ അന്വേഷണം അതീവ രഹസ്യാത്മകമായാണ്. 5-ാം തീയതി സമർപ്പിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയൂ. എങ്കിലും പുറത്തു വരുന്ന വിവരങ്ങൾ പോറ്റിയിലും പോറ്റിയുടെ ഉപഗ്രഹ ഉദ്യോഗസ്ഥരും കടന്നു കറങ്ങുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കി. ശ്രീ ബി ജയരാജ്, താങ്കൾ വ്യക്തിപരമായി കരുതുന്നുണ്ടോ ഇത് കേവലം ഒരു കവർച്ചാ കേസാണെന്ന് കരുതുന്നുണ്ടോ? കേവലം പോറ്റി വർഷങ്ങൾക്ക് മുമ്പ് ആരുടെയും സഹായമില്ലാതെ ശബരിമലയിലേക്ക് വരികയും അവിടുത്തെ എന്താണ് കിരീടമില്ലാത്ത രാജാവായി വാഴുകയും ഈ തട്ടിപ്പൊക്കെ ആരുടെയും പിന്തുണയില്ലാതെ ഏതാനും ഉദ്യോഗസ്ഥർ പിന്തുണ നടത്തിയെന്നും അത് കഴിഞ്ഞ് തട്ടിപ്പൊക്കെ നടത്തിയിട്ടും 2025 ഈ ദേവസ്വം ബോർഡ് വീണ്ടും അയാൾക്ക് തന്നെ ദ്വാരപാലകരുടെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിടാൻ പരവതാനി വിരിക്കും. ഇതിൽ മറ്റൊന്നുമില്ല, ഇത് കേവലം ടെസ്റ്റ് കേസാണ്. താങ്കൾ വ്യക്തിപരമായി കരുതുന്നുണ്ടോ ശ്രീ ബി ജയരാജ്? തീർച്ചയായും ഇല്ല ഹാഷ്മി. ഇതിനകത്ത് ആസൂത്രിത സ്വഭാവം തന്നെയുണ്ട്. ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആരൊക്കെയാണെങ്കിലും, അതായത് മുൻകാല പ്രാബല്യത്തിലോടുകൂടി, അതായത് എന്നാണ് വിജയ് മല്യ ഇത് ഗോൾഡ് ക്ലാഡ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത കാലം തൊട്ട് ഉള്ള മുഴുവൻ കാര്യങ്ങൾ എടുത്തതിന് ശേഷം അന്വേഷണം നടത്തിയിട്ട് എവിടെയെല്ലാം കുറവ് വന്നിട്ടുണ്ട്, ആ കുറവിനെല്ലാം ആരെല്ലാം കൂട്ടു വന്നിട്ടുണ്ട്, അങ്ങനെ മുഴുവൻ പ്രതികൾ ഇതിനകത്ത് പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ആവശ്യവും എല്ലാ ഭക്തജനങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യവും ശബരിമല വിശ്വാസികളുടെ ആവശ്യവും. ഈ കള്ളന്മാരെല്ലാവരെയും പിടിക്കണം. ഇത് തെഫ്റ്റ് കേസ് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ സാധനത്തിന് അതിൻ്റെ ആക്ച്വൽ വില മാത്രമല്ല ഭക്തന്മാർ അത് കൊടുക്കുന്നത്. ഇതിന് എത്രയോ ഇരട്ടിയാണ് ഇതിൻ്റെ ഭക്തന്മാർ വിലയിടുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ദ്വാരപാലക ശില്പത്തിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു തുമ്പ്, ഒരു തരിമ്പ് സ്വർണ്ണമൊക്കെ അത്രയധികം ഭക്തിയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ശബരിമല ഭക്തന്മാർക്ക് സംബന്ധിച്ചുള്ള എത്ര രൂപ വേണമെങ്കിലും അവർ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു കച്ചവടം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ വില മാത്രമല്ല, സ്വർണത്തിൻ്റെ മാത്രം വിലയല്ല, ഇതിൻ്റെ ഒരു മതിപ്പ് വില അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ഒരു വില എന്ന് പറയുന്ന ഒരു ആൻറ്റിക് വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള ഫെയ്ത്തിൻ്റെ ഒരു വാല്യൂ, ഈ ഒരു സാധനങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം അന്വേഷണം നടത്താൻ. അങ്ങനെയാണെങ്കിൽ ഈ 15 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് അതൊന്നും അല്ല ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് നടന്നിട്ടുള്ളത് ആസൂത്രിതമായ തെഫ്റ്റാണ്. അതിനകത്തുള്ള മുഴുവൻ ആളുകളും ആരാണെങ്കിലും ശരി, ഇതിനകത്ത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, എന്തായാലും ഉദ്യോഗസ്ഥർക്ക് നല്ല പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ കാലഘട്ടത്തിലിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും, ദേവസ്വം കമ്മീഷണർ അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവരുടെ പല യൂണിയനിൽപ്പെട്ട ആളുകളുണ്ട്. INTUC-യുടെ നേതാവുണ്ട്, CIT-യുടെ നേതാവുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ അഫിലിയേഷൻസ് ഉള്ളവരുണ്ട്. പക്ഷേ ഈ കൊള്ളയ്ക്ക് എല്ലാവരും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് താങ്കൾ ശരി, ഇത് ആസൂത്രിത കൊള്ളയാണ്. ആസൂത്രിത കൊള്ള 2019 ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത്രത്തോളം കഴിവുകെട്ടവരായിരുന്നു ആ ദേവസ്വം ബോർഡ് തലപ്പത്തിൽ താങ്കൾ കരുതുന്നുണ്ടോ? 2025 ഈ 40 വർഷ ഗ്യാരണ്ടിയുടെ പേര് പറഞ്ഞ് വീണ്ടും ഈ കൊടും കള്ളനെ ശബരിമലയിലേക്ക് ആനയിച്ച് എഴുന്നള്ളിക്കാനും മാത്രം ഈ ബോർഡിന് താല്പര്യം എന്തായിരുന്നു എന്നാണ് താങ്കളുടെ ധാരണ ശ്രീ ബി ജയരാജ്? അന്വേഷണം നടക്കട്ടെ, പക്ഷെ അതല്ലാതെ ചില ദുഷ്ട താല്പര്യങ്ങളുണ്ടല്ലോ കോടതി പറയും പോലെ, അതിൽ സർക്കാരിലെ മറുപടി പറയേണ്ടത്. ഒരാളിപ്പോ ഇതിനകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. നേരത്തെ തന്നെ പലതരത്തിലുള്ള അഴിമതികളും പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലാം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു പള്ളിയുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു പള്ളി പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരു NRI ആയിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് സമ്പന്നനായിട്ടുള്ള ഒരാളെ നമ്മൾ ഏൽപ്പിക്കുന്നു. പക്ഷെ പലപ്പോഴും നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്നത് ഈ ഏറ്റവും സമ്പന്നനായിട്ട് ആൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പള്ളിയുടെ മുതൽ കട്ടുമുടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെ വിശ്വാസയോഗ്യമുള്ള ആളുകളാണ് ഈ ഫ്രോഡ്. ആന്റി സോഷ്യൽസ് ആർ എവ്രിവെയർ. ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽസ്
എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അമാൽഗമേഷൻ ഉണ്ടാവുകയോ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാവുകയോ എങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയും മറ്റു വിശ്വാസങ്ങളും ഒന്നും ഒരു ഇതല്ല. ഇതിന്റെ ഒരു മിയർ എംപ്ലോയീസ് ആണ്. അവർക്ക് കിട്ടുന്ന പണം അവർക്ക് ഏത് രീതിയിലും ഏത് മാർഗത്തിലും ഏത് ഹീനമാർഗം ഉപയോഗിച്ചാണെങ്കിലും ഇവർ ധനസമ്പാദനം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ആളുകൾ മറക്കുക തന്നെ ചെയ്യും. അതിനാണ് ആസൂത്രിതമായിട്ടുള്ള നാട്ടിൽ നടക്കുന്ന ഒരു സഹകരണ ബാങ്കിനെ പറ്റിയല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ശബരിമല പോലെ വലിയൊരു വിശ്വാസ കേന്ദ്രത്തെ പറ്റിയാണ്. അവിടെ ഒരാൾ ഉടായ്പ നടത്തി, കള്ളം നടത്തി എന്ന് നമുക്ക് മുന്നിൽ വ്യക്തമായ തെളിവുണ്ടാവുന്നു. അല്ല 2019 25 വീണ്ടും ആ ഉടായ്പകാരനെ വിളിച്ച് പരവതാനി വിരിക്കുന്ന ദേവസ്വം ബോർഡ് ഇപ്പോഴും അധികാരത്തിൽ ഇരിക്കുക. അത് ശബരിമലയോട് കാണിക്കുന്ന അവഹേളനമല്ലേ സർക്കാർ അവരെ ഇറക്കി വിടാതിരിക്കുന്നത്? ശ്രീ പി ജയരാജ്, ഇതിനകത്ത് ആദ്യത്തെ 2019 നടന്ന കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമില്ലാതെയാണ്. ഇനി ബോധ്യത്തോടെയാണ് കൊടുത്തതെങ്കിൽ ദേവസ്വം ബോർഡ് അതിന് കുറ്റക്കാരാണ്. ദേവസ്വം ബോർഡ് അതിനകത്ത് കുറ്റക്കാരല്ലെന്ന് ആരും പറയുന്നില്ല. ദേവസ്വം ബോർഡ് കുറ്റക്കാരാണ്. ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ സംശയം ഇത് കോടതി തന്നെ. ഇപ്പോ ശ്രീ ബി ജയരാജൻ, നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കാര്യങ്ങൾ കോടതിക്ക് അറിയാം. കോടതിക്ക് വ്യക്തമായ കൺവിക്ഷൻ ഉണ്ടെന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവ് 1, 2, 3, 4, 8 ഇടക്കാല ഉത്തരവുണ്ടായി. 8 ഇടക്കാല ഉത്തരവ് കോടതിക്ക് ഇതിൽ വളരെ ഭംഗിയുള്ള വളരെ വ്യക്തമായ കൺവിക്ഷൻസ് ഉണ്ട് എന്ന കാര്യം അതിൽ വ്യക്തമാണ്. ആ കൺവിക്ഷനാണ് കോടതി പറയുന്നത്. 2019 നടത്തിയ ഈ കാട്ടുകൊള്ളയ്ക്ക് കഞ്ഞി വെക്കാനാണ് 2020 അറ്റകുറ്റപ്പണിക്കുന്ന സംശയമുണ്ടെന്ന് പറഞ്ഞാൽ കോടതി രേഖാമൂലം ഉത്തരവിൽ എഴുതി വെച്ചാൽ ഈ ദേവസ്വം ബോർഡിന് അവിടെ ഇരിക്കാൻ അർഹരാണോ? അവിടെ ഇരിക്കുന്നത് ശബരിമലയ്ക്ക് അവഹേളനമല്ലേ? ഈ സംശയത്തിന്റെ ആനുകൂല്യം, സംശയം എന്ന് പറയുന്നതല്ലേ പറഞ്ഞുള്ളൂ. ഇവർ പ്രതികളാണെന്ന് കോടതി പറഞ്ഞില്ലല്ലോ. സംശയത്തിനെ കുറിച്ച് അന്വേഷണം നടത്താനാണ് കോടതി പറഞ്ഞത്. ആ അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണത്തിനകത്ത് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി ഇടപെടുകയുള്ളൂ. പോലും ഒരു സംശയം കോടതിയുടെ വ്യക്തമായ ബോധ്യങ്ങൾ ഉത്തരവ് എഴുതി വെച്ചേക്കുക. അല്ലാതെ കോടതി അവിടെ അടച്ചിട്ട് മുറിയിൽ നടത്തിയ പരാമർശമേ അല്ല, ഉത്തരവ് എഴുതി വെച്ചിരിക്കുക. ഈ ദേവസ്വം ബോർഡിൽ കോടതിക്കുള്ള സംശയം, ഹൈക്കോടതിക്കുള്ള സംശയം. അതിനല്ലേ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം നടത്തിയതിനു ശേഷം അന്വേഷണത്തിന്റെ റിസൾട്ട് വരട്ടെ. ആരൊക്കെ ഇതിനകത്ത് കുറ്റക്കാരാണെങ്കിൽ മുഴുവൻ ആളുകളെയും പിടിക്കട്ടെ. അതിനകത്തൊക്കെ ഓപ്പൺ മൈൻഡഡ് തന്നെയാണ്. ഇവിടെ ആരെയും ഹൈഡ് ചെയ്യാനൊന്നുമില്ല. കോടതി അങ്ങനെ രേഖാമൂലം എഴുതി വെച്ച പശ്ചാത്തലത്തിൽ പ്രശാന്തിനെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പത്മകുമാറിനെയും ചോദ്യം ചെയ്യാതിരിക്കാൻ SIT പറ്റുമോ? ശ്രീ അബിൻ വർക്കി, ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം കോടതി അന്വേഷണം വളരെ സീക്രസി ഉള്ളതാണ് എന്ന് നമ്മൾ കരുതുകയാണ്. കാരണം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട്, അവർ മുദ്രവെച്ച കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ മുനയിൽപ്പെട്ടാൽ അവരെ നീക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ സർക്കാരും CPM-ഉം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ശ്രീ A. പത്മകുമാറും ശ്രീ N. വാസുവും ഇപ്പോഴും CPM-കാരായി തുടരുകയാണ്. ഈ വിഷയത്തിൽ ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടും വീണ്ടും ഈ തട്ടിപ്പുകാരൻ്റെ കയ്യിൽ തന്നെ ഇത് കൊടുത്തുവിട്ട് ഇത് വീണ്ടും ഒരു തട്ടിപ്പിന് ഇരയാക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ അവരും ഇപ്പോൾ CPM-കാരായി തുടരുന്നു എന്ന് മാത്രമല്ല, പ്രശാന്തിന് ഇപ്പോൾ വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തായിട്ടുള്ള കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്, ടേം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതൃത്വം, ഇപ്പോൾ ശ്രീ ജയരാജ് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്, ഇവരുടെ ആൻറ്റി സോഷ്യൽ എലമെൻസും വിശ്വാസമില്ലാത്തവരുമാണ്. ഈ വിശ്വാസമില്ലാത്തവരെയൊക്കെ വിശ്വാസം വേണ്ട ഒരു പദവിയിൽ കയറ്റിയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഗതികേടാണിത്. കാരണം യാതൊരു വിശ്വാസവും ഇല്ലാത്തവരാണ് ഈ പ്രധാനം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്, അത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ വിശ്വാസമില്ലാത്തവരെയും അതുപോലെ തന്നെ കള്ളന്മാരുമായ ആളുകളെ കയറ്റിയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിങ്ങനെയാണെന്ന് തെളിഞ്ഞാലെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട ഏറ്റവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയേ വേണം. ഇത് ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് CPM-നും സർക്കാരിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നതിൻ്റെ കാരണം. സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾ ആരോപിക്കുന്നതിൻ്റെ കാരണം, ദേവസ്വം മന്ത്രിയൊക്കെ ഇത് അറിഞ്ഞായിരുന്നുവെന്ന് ഞങ്ങൾ ആരോപിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും ഈ സർക്കാരും CPM-ഉം തുടരുന്ന മൗനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഇവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് CPM ആണ്. ഈ ഗൂഢാലോചന നടത്തിയത് അവരാണെന്ന് തെളിഞ്ഞിട്ടും ആ സംരക്ഷണ കവചം ഒരുക്കുന്നതിലാണ് ഞങ്ങളുടെ പ്രശ്നം. Yes. കോടതി ഉത്തരവിൽ തന്നെ പറയുന്നത് സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ്. ബി ജയരാജ് കോടതി പറഞ്ഞ ഇങ്ങനെയാണ്, സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് that TDB officials consciously attempted to hand over the gold-cladded Dwarapalaga secretly to Mr. Unnikrishnan Potti in 2025 to suppress the earlier gold pilferage. എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് അൺമിസ്റ്റേക്കബിൾ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ സ്ട്രോങ് നല്ല ഉറച്ച ബോധ്യത്തിലാണ് കോടതി എഴുതുന്നത് ഈ ദേവസ്വം ബോർഡ് ഉടായ്പിൽ പങ്കുണ്ടെന്നാണ്. KJ സൈമൺ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. K മാനണി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്താണ് ഈ പറയുന്ന രീതിയിൽ ഫുൾ പ്രൂഫായി എല്ലാ തെളിവുകളും ശേഖരിച്ചാൽ മാത്രമേ SIT ഒരാൾ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. പക്ഷേ ഈ SIT എന്ന് പറഞ്ഞാൽ ഏറ്റവും മികവുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവർക്കറിയാത്തതല്ല ഇതിൽ ആരോപിക്കപ്പെടുന്ന, ഇപ്പോൾ തന്നെ പ്രതിപ്പട്ടിയിൽ ആരോപിക്കപ്പെടുന്ന ആൾക്കാരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവർ കിട്ടാനിടയുള്ള പിന്തുണ ഏതളവിലുള്ള പിന്തുണയെപ്പറ്റി അറിയാത്തവരല്ല. ഇപ്പോഴും അന്വേഷണം മതിയായ വേഗതയിൽ, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ മതിയായ വേഗതയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ, കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണെങ്കിലും? ശ്രീ K മാനണി. കാശ്മി, അത് അന്വേഷണത്തിലൊരു മന്ദഗതിയുണ്ട് എന്ന് കരുതുന്നില്ല. സാധാരണ നിലയിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്തൊരു ഗൂഢാലോചന, മുൻകൂട്ടിയുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പല കാരണങ്ങളും, അല്ലാതെ സംശയിക്കാവുന്ന പല കാരണങ്ങളും നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പം ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സുധീഷ് എന്ന് പറയുന്ന അയാൾ ഈ 2018-ലും 2018-ലും അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. കാരണം ഇത് വിജയ് മല്യ ഇത് നൽകിയിട്ടുണ്ട്, ഈ സ്വർണം അവിടെ നൽകിയിട്ടുണ്ടെന്ന് അറിയാവുന്നയാളാണ്. അതിനുശേഷം അയാൾ തന്നെയാണ് ഈ ചെമ്പ് തകിടാണ് എന്നുള്ള രീതിയിൽ ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തി തെളിവുകൾ മുൻകൂട്ടി നശിപ്പിച്ചിട്ട് ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെ നമ്മൾ പറയണം. അതോടൊപ്പം തന്നെ അന്ന് ഈ 2019 ജൂലൈ 5-ാം തീയതിയാണെന്ന് തോന്നുന്നു, അന്ന് ദേവസ്വത്തിൻ്റെ ഒരു ഉത്തരവുണ്ട്. ഇത് അഴിച്ചു മാറ്റുന്ന സമയത്ത്, ഈ പാളികൾ അല്ലെങ്കിൽ ഈ തകിടുകൾ അഴിച്ചു മാറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും തിരുവാഭരണ കമ്മീഷണറുടെയും സ്മിത്തിൻ്റെയും സാന്നിധ്യം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ ആ അഴിച്ചുമാറ്റൽ ആ പ്രോഗ്രാം മാറ്റിവെക്കണമെന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. പക്ഷേ ഇവരെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സുധീഷ് കുമാർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അവരുടെ സാന്നിധ്യത്തിലും അയാളുടെ ഉത്തരവാദിത്തത്തിലുമാണ് അത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഇപ്പം അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയും ഇനി അറസ്റ്റ് ചെയ്യാൻ പോകുന്നതും അങ്ങനെയാണോ എന്ന് നമ്മൾ ചിലപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു. പിന്നെ ഉള്ളത് കഴകത്തിൻ്റെ സഹായിയായിരുന്ന ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ഇവരെല്ലാം ഏതോ ഒരു ഗൂഢാലോചന, അതല്ലെങ്കിൽ ഏതോ ഒരു കോമൺ ഫാക്ടർ ഇവരെ ലിങ്ക് ചെയ്യുന്നതുണ്ട്. ഒരുമിച്ച് ഇവരെ സംയോജിപ്പിക്കുന്ന ഏതോ ഒരു ബുദ്ധികേന്ദ്രമോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്ലാനിങ്ങോ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഈ അന്വേഷണം തൃപ്തികരമായ നിലയ്ക്ക് SIT എന്ന് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുടെ ഒരു സമയാസമയങ്ങളിൽ 19 ദേവസ്വം ബോർഡും പോറ്റിക്ക് വളരെ ഭംഗിയായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. 25-ൽ അതുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡും പോറ്റിക്ക് പരവതാനി വിരിക്കുന്നു. ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ശ്രീ K മാനണി. അതെ, തീർച്ചയായിട്ടും ഈ പോറ്റി എന്ന് പറയുന്ന ആള് വെറും ഒരു കഴകത്തിൻ്റെ സഹായിയായി വന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു ശക്തിയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു വടുവൃക്ഷമായിട്ട് തന്നെ മാറിയിരിക്കുകയാണെന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അയാൾ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രമുണ്ട്, അയാൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അയാൾ വെളിപ്പെടുത്തുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും അയാൾക്ക് പറയാൻ കാണും. കാരണം ബാക്കിയുള്ള സ്വർണം എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. അയ്യപ്പൻ്റെ ആ സന്നിധിയിലിരുന്ന അല്ലെ അയ്യപ്പനോട് ചേർന്നിരുന്ന സ്വർണത്തിൻ്റെ കണിക പോട്ടെ, ചെമ്പിൻ്റെ കണികയ്ക്ക് പോലും കോടിക്കണക്കിന് രൂപയുടെ വില ഭക്തർ നൽകാൻ തയ്യാറാണ്. നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ ഞാനൊരു 16 വർഷക്കാലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തവനാണ്. അപ്പോൾ എനിക്കറിയാം, കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തരെ, ഒരു റെസ്റ്റോറൻറ്റുകാരനായിക്കോട്ടെ, ഹോട്ടലുകാരനായിക്കോട്ടെ, മറ്റെന്തെങ്കിലും കടക്കാരനായിക്കോട്ടെ, ആദ്യത്തെ ബില്ല് അവർ അയ്യപ്പനാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ടാണ് അവരൊരു വർഷം മകരവിളക്കിനോ ഈ പറഞ്ഞ മണ്ഡലപൂജയ്ക്കോ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനെ ആ രീതിയിൽ കാശ് മുടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അയ്യപ്പന്റെ സ്വർണത്തിന് 15 ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല പോറ്റി പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. പോറ്റിയുടെ മൊഴിയും പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം എന്നുള്ളതാണ് പുറത്തു വരുന്ന ആ വിവരങ്ങൾ നൽകുന്നത്. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് 5-ാം തീയതി നമുക്കറിയാം. നമുക്ക് കോടതിയെ വിശ്വാസമാണ്, കോടതിയെ മാത്രമാണ് വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.